വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിന്ന് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പം ഇന്ന് ഇവിടെ ഉണ്ട് കുടിയുണ്ട് ഗെറ്റ് റെഡി വിത്ത് മീ അല്ലേ. അപ്പം നമ്മളിന്ന് വീഡിയോ എടുക്കാൻ പോകുമ്പോൾ ഒരുങ്ങാൻ പോകുന്നുണ്ട് ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതൊരു സംഭവം കേട്ടോ. ഇത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് മസാജിങ് ചെയ്ത് തരും കേട്ടോ. നമുക്ക് കൈക്കൊക്കെ വരുന്നത് കേട്ടോ. ഇത് നമ്മൾ കയറി പോകുമ്പോൾ ലൂസായിട്ട് പോകും, ഇറങ്ങി വരുമ്പോൾ കുറച്ച് ടൈറ്റായിട്ട് നല്ലോണം മസാജ് പോലെ ചെയ്ത് തരും. ഇത് നമ്മൾ മുഖത്ത് ചെയ്യാം, നെക്കിൽ ചെയ്യാം, പിന്നെ ഈ കഴുത്തിൽ ഇവിടെയൊക്കെ ചെയ്യാം വേദനയുള്ളവർക്ക്. പിന്നെ ഇത് കാലിലൊക്കെ ചെയ്യാൻ പറ്റും. ഇതിന് വില 400 രൂപയും കണ്ടാണ് കേട്ടോ ഇതിൻ്റെ വില. അടിപൊളി സമയത്ത് എല്ലാവർക്കും ഉപയോഗപ്പെടുന്നൊരു സാധനമാണിത്. അതെ, അവൾ പറഞ്ഞ ശരിയാട്ടോ. ഇതിൽ നല്ല ഭംഗിയുള്ളൊരു സംഭവമുണ്ട്. ഇത് നല്ല കളർ, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് നമുക്കവിടെ മാറ്റി വെക്കാട്ടോ. ഫസ്റ്റ് നമ്മൾ ഇടാൻ പോകുന്നത് ലാക്മിയുടെ പാക്ക് മിൽക്ക് എന്ന് പറഞ്ഞൊരു സംഭവം കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ വില 10-20 രൂപ കണ്ടാണ്. അപ്പോൾ ഇതാ നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് യൂസ് ചെയ്യാം. ഇവിടെ എല്ലാം കുറച്ചായിട്ടാണ്. ഇതിപ്പോൾ ഒരു വർഷമെടുക്കും. അപ്പോൾ നമ്മൾ നന്നായിട്ട് എല്ലായിടത്തും പറ്റി കൊടുത്തേ. ഇതൊക്കെ നമ്മൾ നന്നായിട്ട് പറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ചെയ്യിക്കാൻ പോകുന്നത് ഇതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ബ്രൈറ്റനിങ് കോമ്പാക്റ്റ് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇതൊക്കെ ഞങ്ങൾക്ക് പേരൊന്നും അറിഞ്ഞുകൂട്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ യൂസ് ചെയ്യും. കുറച്ച് എടുക്കാവുള്ളൂ കേട്ടോ. നമ്മൾ യൂസ് ചെയ്തു എവിടെ വേണം നമുക്ക് തേക്കാം. നമ്മൾ എന്നിട്ട് എല്ലായിടത്തും പറ്റിച്ചു കൊടുക്കാം. ഇത് തേക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ സ്കിന്നിൽ ചെറിയ മാറ്റം കാണുന്നില്ലേ അല്ലേ. കഴിഞ്ഞ നമുക്ക് കുറച്ച് ഡാർക്കായിരുന്നു. ഇപ്പോൾ കണ്ട ഈ തേച്ച് നമുക്കൊരു ഗ്ലോ ഒക്കെ പോലെ വരും. ഇതെല്ലാം കൂടെ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം ഇനി നമ്മൾ തേക്കാൻ പോകുന്നത് ഇതാണ് കേട്ടോ. ഇതിൻ്റെ മേൾവശം കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. ഇതിൽ ഉള്ളിൽ കുറച്ചേ ഉള്ളൂ. ഇത് കൂടുതൽ തേക്കരുത് കേട്ടോ. കൂടുതൽ തേക്കെങ്ങനെ എടുക്കണേ. അയ്യോ കൈ കൂടി പോയി. ഇല കുഞ്ഞൊക്കെ വെച്ച്. അപ്പോൾ ഇത് നമ്മൾ തേച്ചു പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് എടുക്കാൻ കിട്ടിയിട്ടില്ല. ഇതുവരെ ഒന്ന് എടുത്തു തരുമോ? എന്തൊരു ഡാർക്കൊക്കെ പോയില്ലേ. പിന്നെ ഇതൊക്കെ തീർന്നു. നമുക്ക് ഇതെടുക്കാം. അതെടുക്കണ്ട, അത് ഫൗണ്ടേഷൻ എല്ലാം നമുക്ക് ഇതിപ്പോൾ തീരാറായിട്ടോ. കുറച്ചേ ഉള്ളൂ. എങ്കിലും ഞങ്ങൾ തേക്കും. ഇത്ര ഉണ്ടോയെന്ന് അറിയത്തില്ല. കവിളി തേച്ച് ബാക്കി സ്ഥലത്ത് തേക്കാനുള്ള കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇനി എനിക്കുള്ളത് ഇതൊക്കെ ഞാൻ തേക്കട്ടെ. അപ്പോൾ കൈ കൊണ്ട് എടുക്കണത് നല്ലത്. ഞാൻ കൈ കൊണ്ട് എടുത്തു ഗൈസ്. ഞാനും കൈ കൊണ്ട് എടുക്കാൻ പോകുന്നു. ഇവിടുത്തെ എല്ലാവരും ഒരു ദിവസം കൊണ്ട് ചിലതൊക്കെ തീർക്കൂട്ടോ. പക്ഷെ ഞങ്ങളാണെങ്കിൽ അങ്ങനെയല്ല. ഞങ്ങൾ കുറച്ചായിട്ട് എടുത്തിട്ടാണ് തേക്കാറ്. പക്ഷെ ഇതിപ്പോൾ പണ്ടൊക്കെ ഞങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് തീർന്നു വരുന്നത്. അപ്പം ഇനി നമ്മൾ ഇത് കഴിഞ്ഞോട്ട് നമുക്ക് ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഡ്രസ്സിൽ മോയ്സ്ചറൈസിങ് ലിക്വിഡ് മേക്കപ്പ് വിത്ത് സൺസ്ക്രീനാണ്. സൺസ്ക്രീൻ തേക്കാൻ വേണം. നോക്കിയിട്ടില്ല ഉണ്ട് കേട്ടോ. അത് കുറേ ഉണ്ട്. എനിക്ക് വെച്ച് തരുമ്പോൾ ഞാൻ തരാം. നെറ്റി തേച്ചില്ലല്ലോ. നെറ്റി തേച്ചാൽ കളറായിരിക്കും. ഓക്കെ, നമ്മളെല്ലാം അടുത്ത് നന്നായിട്ട് അവസാനത്തെ ലുക്ക് എങ്ങനെയുണ്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് തേച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഔട്ടർ ഇടാം. ഫൗണ്ടേഷൻ കഴുകിട്ട് മോൻ കഴുകരുത്. നമ്മൾ പൗഡർ ഇടുക കേട്ടോ. അവളും കൂടി വന്നിട്ട് തേക്കും. എന്നാ പൗഡർ ഇട്ടോ. ഞാനേ ഒരു അബദ്ധം പറ്റിപ്പോയി ഗൈസ്. നമ്മളെല്ലായിടത്തും പറ്റിട്ടുണ്ട്. ഇനി പൗഡർ ഇട്ടു. എനിക്ക് പൗഡർ തരൂ. എന്നിട്ട് തരുമോ? എൻ്റെ കയ്യിൽ നിറച്ചും വെള്ളം. കമോൺ ഗൈസ്, ഞാൻ എന്നെ ഇപ്പം അറിയാത്ത അവളെ ഞാൻ അറിയാതെ അവൾ ഐഷാഡോ എടുത്തിട്ട്. ഐഷാഡോ എന്നെ കണ്ടത് ഐഷാഡോ അല്ലാണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് ഇട്ടിട്ടുണ്ട്. ഓക്കെ, നന്നായിട്ട് തേച്ച് കൊടുത്തു.
യെസ് നോക്കാം ഇതിലൊക്കെ തോർത്തു. യെസ് ഗൈസ് നിങ്ങൾ മോൻ നോക്കൂ. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഐലൈനറാണ് കേട്ടോ എഴുതാൻ പോണത്. ഫസ്റ്റ് ഞാൻ ഇതൊക്കെ എഴുതി കൊടുക്കട്ടെ. നൈസായിട്ട് എഴുതിയ പോരെ. ഞാനൊക്കെ തുടങ്ങി. എനിക്ക് ഐലൈനർ എനിക്ക് തന്നെ എഴുതാൻ അറിയത്തില്ല, പക്ഷെ എനിക്ക് എല്ലാവർക്കും എഴുതി കൊടുക്കാൻ നല്ല കഴിവ്. ചെറിയ കുട്ടിട്ടാറേ കുഞ്ഞത് എനിക്ക് വാല് മതി. നീണ്ടിട്ട് ഇത് ചെറുതാണ് എനിക്ക് നല്ലത്. നീണ്ടിട്ടിടണം തരുമോ? എൻ്റെ അമ്മ ഇപ്പോഴും അങ്ങനെ ഇട്ടല്ലോ. അങ്ങനെയാണോ? യെസ് സൂപ്പർ. നിനക്ക് എന്താ ചെയ്യേണ്ട? ലിപ്സ്റ്റിക് ഇട്ടോളൂ. നിനക്കുള്ള പരിപാടി തുടങ്ങുമ്പോൾ എനിക്ക് പക്ഷെ കണ്ണാടി നോക്കി എഴുതിയാലേ ക്ലിയർ ആവുള്ളൂ. അതുകൊണ്ട് ഞാൻ കണ്ണാടി നോക്കി എഴുതാട്ടോ. നീ അപ്പോൾ തുടങ്ങിക്കോ. ഞാനപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ ഇടാൻ പോവാം. കൊളാക്കരുത് കേട്ടോ. കഷ്ടമായിട്ട് ചെയ്തിട്ട് കൊളാക്കാനാണോ? നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ചുണ്ടിൽ ഇങ്ങനെ ഇട്ട് ചെയ്യുമ്പോൾ പരന്ന് എല്ലാം അങ്ങ് പോകും. അങ്ങനത്തെ ഒരു ലിപ്സ്റ്റിക് അത്. സൂപ്പർ അല്ലേ ഗൈസ്? നമുക്ക് എല്ലായിടത്തും ഒന്ന് പറ്റിച്ചു കൊടുക്കണം. ഞാൻ ലിപ്സ്റ്റിക്ക് എഴുതി കഴിഞ്ഞു. കട്ടിച്ചിട്ടടി നീ ഉരുപ്പ്. ഞാൻ അടുത്തെടുത്തോണ്ട് വരാം. എന്നത് നമ്മുടെ ഐഷാഡോ. ഇത് പൊട്ടിയതല്ല. എന്ത് നിനക്ക് കിടന്നിട്ട് പൊട്ടിയതാണെങ്കിലും എൻ്റെ പുതിയ ഐഷൻ്റെ പുതിയ മേക്കപ്പ് ബോക്സ് അവിടെ കേട്ടോ, തറവാട്ടിലാണ്. അത് ഞാൻ കൊണ്ടുവന്നില്ല, അതുകൊണ്ട് ഈ ഐഷാഡോ പല നമ്മൾ ഈ കളറാണ് തേക്കാറ്. ഈ കളർ തേച്ചില്ലെങ്കിൽ ഒത്തിരി ഓവറായി പോകും. ഈ കളർ ഐലൈനറിൽ ഒരിക്കലും ആ സാധനം പറ്റരുത്. അപ്പോൾ നമ്മൾ പരക്കും. അപ്പോൾ നമ്മുടെ ചെയ്ത എല്ലാം കഷ്ടപ്പാടും വെറുതെ ആയിരിക്കും. അപ്പോൾ അതാ ഇനി ഞാൻ മുടി ഒന്ന് ചീവിക്കെട്ടാൻ പോകാം കേട്ടോ. എൻ്റെ മുടി ഞാൻ എന്താ സ്റ്റെപ്പായിട്ട് വെട്ടിയത്. ഞങ്ങൾ രണ്ടുപേരും ഒരു കടയിൽ നിന്നാണ് കേട്ടോ വെട്ടാറ് അല്ലേ? യെസ്. ഞാൻ സ്റ്റെപ്പായിട്ട് വെട്ടി. എനിക്ക് കുറച്ച് വളരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ മിനിഞ്ഞാന്ന് വെട്ടി. കാണിച്ചെടുക്കുക, തിരിഞ്ഞ് പിടിച്ചെടുക്കുക. ഇത് ഞങ്ങൾ ചെയ്തത് അടിമാലിയുള്ള ഐശ്വര്യ ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞ ചേച്ചി ഇരുന്ന ചേച്ചി നല്ല സ്നേഹമായതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് എന്ത് കേട്ട് ഞങ്ങൾക്ക് നല്ല ചേച്ചിയാണ് കേട്ടോ. ആ ചേച്ചി നമുക്ക് എന്ത് മേക്കപ്പുകളും ചെയ്തു തരും. അവർ നമുക്ക് ചെല്ലുമ്പോൾ തന്നെ അങ്ങ് വെട്ടിക്കളയല്ല ചെയ്യുന്നത്. ആ ചേച്ചി വാഷ് ചെയ്ത് നമ്മുടെ ഉള്ളിലുള്ള ചെളിയൊക്കെ കളഞ്ഞ് ഷാമ്പൂ ഒക്കെ ഇട്ട് കഴുകി നല്ലവണ്ണം ഈരി ഹെയർ ഡ്രയർ വെച്ച് ഉണക്കിയിട്ടാണ് നമുക്ക് കട്ട് ചെയ്ത് തരുന്നത്. നല്ല മാത്രമല്ല ആ ഐശ്വര്യ മേക്കപ്പിൻ്റെ അതൊക്കെ ആ ചേച്ചിയുടെ പേര് അറിയത്തില്ല, പക്ഷെ അടിമാലിയിലുള്ളത് നല്ല ഫേമസ് ആണത്. ഇൻസ്റ്റൈഡി ഒക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങളെ പേര് ചോദിച്ചില്ല. ഇനി ഞങ്ങൾ പോകുമ്പോൾ ഇൻസ്റ്റൈഡി ഒക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. ആ ചേച്ചി നന്നായിട്ട് വെട്ടിത്തരും. ഇപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് വെട്ടിക്കഴിഞ്ഞ് എന്തെങ്കിലും ഹെയർ സ്റ്റൈല് വേണം പറഞ്ഞാൽ ആ ചേച്ചി അതും ചെയ്തു തരും അല്ലേ? യെസ്, നല്ല ചേച്ചി കേട്ടോ. ഇവക്കടെ മുടി നല്ല സോഫ്റ്റ് ആക്കി കൊടുക്കും കേട്ടോ. എന്ത് സ്ട്രെയിറ്റ് അല്ലെങ്കിലും എൻ്റെ മുടി സോഫ്റ്റ് തന്നെയാണ്, കുറച്ചും കൂടെ സോഫ്റ്റ് ആക്കി തരും. അപ്പം ഒന്ന് നല്ല രസമായിട്ട് ആ ചേച്ചി നമുക്ക് ചെയ്തു തരും കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ചെയ്തു തരും. ചേച്ചി നമ്പറൊക്കെ എൻ്റെ അമ്മയുടെ കയ്യിലുണ്ട്. അതൊക്കെ ഞാൻ ഒരു ഇതിലൊക്കെ തന്നതാണ് കേട്ടോ എല്ലാവർക്കും. ഐശ്വര്യ ബ്യൂട്ടി പാർലർ അടിമാലി ബസ് സ്റ്റാൻഡിൻ്റെ മുകളിലായിട്ട് കേട്ടോ. ആ ചേച്ചി നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി. ഞാൻ എപ്പോഴും മുടി വെട്ടാറ് അവിടെയാണ് കേട്ടോ. ഉഷ് വെച്ച് കെട്ടുന്നുണ്ടോ? എന്തിച്ചു ഉഷ് വെച്ച് കിട്ടുന്നുണ്ടോ? സ്റ്റെപ്പായിട്ട് വെട്ടി തരൂ കേട്ടോ ചേച്ചി.
നല്ല ഭംഗിയായിട്ട്. ഇപ്പോൾ സാധാരണ കടയിലൊക്കെ ബ്യൂട്ടി പാർലർ ചെന്ന് കഴിയുമ്പോൾ അവർ വാഷ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ആദ്യം തറവാട്ടിൽ ബ്യൂട്ടി പാർലർ പോയിക്കൊണ്ടിരുന്നപ്പോൾ ആ ചേച്ചി എനിക്ക് ചുമ്മാ അങ്ങ് വെട്ടി തരുമായിരുന്നു, ഒരു ഇതുമില്ലായിരുന്നു. പക്ഷേ ഈ ചേച്ചി അങ്ങനെയല്ല കേട്ടോ. ഈ ചേച്ചി നല്ല സൂപ്പറാണ്. എത്രയും ഉണ്ടായിരുന്നു എൻ്റെ മുടി, ഇപ്പോൾ ഇതാ ഇത്രയാക്കി തന്നു ചേച്ചി. ഞങ്ങൾ ഷോർട്ട് ഹെയർ ഇവളെപ്പോലെ ഷോർട്ട് ഹെയർ ആക്കാനാണ് പോയത്. അപ്പം ആ ചേച്ചി പറഞ്ഞു ഈ മുടിക്ക് ഷോർട്ട് ഹെയർ ഇല്ല, നമ്മുടെ മുഖത്തിന് വെച്ച്. ആ ചേച്ചി നല്ല ചേച്ചിയാണ്. ഞാനപ്പോൾ ഈ മുടി ഇടാൻ പോവാണേ. എനിക്ക് കണ്ണാടിയിൽ ശരിയാവില്ല കൊണ്ടാ ഞാൻ ചെയ്തിട്ടാ പറയരുത്. എനിക്ക് ഇങ്ങനെ ഇടുന്ന ഇഷ്ടം. ഒരു ഹെയർ ബാൻഡ് വെച്ചോട്ടെ? ഓക്കെ, ഞാൻ ഒരു ഹെയർ ബാൻഡ് എടുത്തിട്ട് വരാവേ. യെസ്. വീഡിയോ എടുക്കുന്നത് ഇവക്ക് പ്രിൻസസിനെ ഇഷ്ടമാണോ? യെസ്. പ്രിൻസസിനെ പോലെ ഹെയർ ബാൻഡൊക്കെ എനിക്കറിയാം കേട്ടോ. പക്ഷെ ഞാൻ വെക്കാറില്ല അതിനെ. വിട് വിട്. ഇതിങ്ങനെ ഇതിങ്ങനെ ഇട്ടാൽ മതി. കണ്ടോ ഞാൻ ഹെയർ ബാൻഡ് വെച്ചു. അവിടെ ഹെയർ ബാൻഡ് ഇങ്ങനെ പ്രിൻസസ് പോലെ വെക്കാറുള്ളൂ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. അല്ലാത്ത പോലെ എനിക്ക് വെക്കണം ഇഷ്ടം. അത്ര അങ്ങനെ കയറ്റി വെക്കണം ഇഷ്ടം. എന്നാ ഞാൻ പുറകോട്ട് ഇത് വെക്കണോ? പുറകോട്ടിട്ടേ ബുഷ് ഇട്ട് കെട്ടി വെക്കട്ടെ. എനിക്ക് ബുഷ് ഇങ്ങനെ ഒരു ക്ലിപ്പ് കുത്തി വെക്കുന്ന. യെസ്. അല്ലെങ്കിൽ ഹെയർ ബാൻഡ് വെക്കാം. നീ ചേച്ചി എന്നെ വെച്ചോ? ഞാൻ വെച്ചോളാം. എനിക്ക് നന്നായിട്ടില്ലാതെ ഇപ്പം നമ്മൾ ഇങ്ങനെ എടുത്ത് തീരുവാണെങ്കിൽ കൊള്ളില്ലേ? അപ്പം നമുക്ക് ഇങ്ങനെയുണ്ട് ഗൈസ്. അപ്പം ഞങ്ങൾ കാണിച്ചു തരാം. വൈറ്റ് വാ. അപ്പം അതാ ഇതാണ് ഞങ്ങളുടെ ഗെറ്റ് റെഡി വിത്ത് മീ. നിങ്ങളുടെ ലുക്ക് ഇഷ്ടമായി എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.